Thousands of nurses from Kerala, desperate to migrate to the UK every year, are being lured into making such payments. For many, the care worker visa was a golden ticket to a better life, as it allowed them to take family along. Total 8.5 lakhs we paid. After receiving my offer letter, they asked me 2 lakhs. At least 3 other care workers complained to the BBC that they too had sent money to Alchita, but the jobs they'd been promised did not materialise. Despite repeated requests, Alchita refused to speak with the BBC. Since June 2024, they don't have a licence to sponsor visas. I've spent a week across this southern Indian state speaking to numerous people, from the police to the victims themselves. And what's amply clear is that the nurses and care staff aspiring to go to the UK are being exploited at both. ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും UK വിസ സ്കാംസിനെ പറ്റിയിട്ട് BBC വന്നേക്കുന്ന ഒരു ന്യൂസിനെ പറ്റിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ഇതിന്റെ ഇടയിൽ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ കാണാത്തവരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതേപോലെയുള്ള തട്ടിപ്പുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ അറിയാതെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഈ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ ഉള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പം ഇത് 19th മാർച്ചിന് വന്നേക്കുന്ന ഒരു റിപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ ഗൂഗിളിൽ നിന്നാണ് എടുത്തത്. ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് BBC ന്യൂസ് കേരള എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ച സമയത്ത് ഇതിനകത്ത് ആരും തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനായിട്ട് റെഡി ആയിട്ടില്ല. കാരണം അവര് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഇതിൽ പറഞ്ഞേക്കുന്ന പേരുകളൊന്നും കറക്റ്റ് അല്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് നമ്മുടെ നാട്ടില് ഇത്രയും കൂടുതൽ സ്കാംസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള തട്ടിപ്പുകൾ നടക്കാനായിട്ടുള്ള കാരണം എന്നുള്ളതും. കാരണം നമുക്കറിയാം, നമുക്ക് ഇതുപോലെ ഒരു തട്ടിപ്പിൽ പെട്ടു അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പൈസ പോയി എന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടാണ്. പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു പൈസ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവര് തിരിച്ചു ചോദിക്കും, അല്ലെങ്കിൽ അവരോട് എന്ത് പറയും എന്നൊക്കെയുള്ള ഒരു ഫീലിങ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരാത്തതിന്റെ മെയിൻ കാരണവും ഇത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലെയുള്ള തട്ടിപ്പുകാര് യഥേഷ്ടം വിലസിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് എതിരെ കംപ്ലൈന്റ് കൊടുക്കാത്തടത്തോളം കാലം ഇവർക്കെതിരെ യാതൊരു ആക്ഷനും വരത്തില്ല. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഈ പറഞ്ഞ ഏജൻസികളുടെ ഒക്കെ പേര് വെളിപ്പെടുത്തുക, എല്ലാവരും അറിയട്ടെ. ഇനിയും ഒരാൾ തട്ടിപ്പിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ആദ്യം മെൻഷൻ ചെയ്തേക്കുന്നത് ബ്രാഡ്ഫോർഡിൽ ബേസ്ഡ് ആയിട്ടുള്ള UK ഉള്ള ഒരു ഏജൻസിയുടെ കാര്യമാണ്. അൾച്ചിത എന്നാണ് തോന്നുന്നത്, എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ അൾച്ചിത കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിക്ക് 15,000 പൗണ്ട് കൊടുത്ത് അത് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കഥയാണ് ആദ്യം കഥയല്ല കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്കിത് വായിച്ചെന്ന് മനസ്സിലായത് അവർക്ക് എന്തോ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം UK പോലെയുള്ള രാജ്യത്തിൽ ഇതേപോലെയുള്ള സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ട്സ് കിട്ടും. അതിനുള്ള നമ്മൾ അവിടെ ചെന്ന് ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെല്ലുന്ന അന്നേരം തൊട്ടുള്ള സകല കാര്യങ്ങളും കെയറുകളും ബാക്കി മെഡിക്കൽ എക്സ്പെൻസസും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് നോക്കുന്ന ഒരു രാജ്യമാണ് UK. അപ്പം ഒരുപക്ഷെ ഈ സ്കാമേഴ്സ് ഇവർ ഇതിനെ പറ്റിയിട്ട് അന്വേഷിച്ചപ്പം അതിനെ ഇങ്ങനെ കൂട്ടി പറഞ്ഞിട്ടായിരിക്കും ഇത്രയും പൈസ തട്ടിയെടുത്തത്. എന്തായാലും ആളുടെ വൈഫിന് ഇവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്ന സമ്പാദ്യമാണെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്, ഈ ഒരു 15,000 പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം അത്രയും പൈസ കൊടുത്ത് ഇവരെന്തായാലും UK ചെന്നു. ഡൊമിസിലറി കെയറിലെങ്ങാണ്ടായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോലിയില്ല. അപ്പൊ നമുക്കറിയാം UK പോലുള്ള ഒരു രാജ്യത്ത് ഒരു സാധാരണ ഫാമിലിക്ക് ജീവിക്കണമെങ്കിൽ വരുന്ന എക്സ്പെൻസസ്, നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ നമുക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റത്തില്ല. ജോലി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇവർക്ക് ജോലിയും കൂടെ ഇല്ല. പിന്നെയും എന്തൊക്കെയോ ട്രെയിനിങ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ആകെ 3 ദിവസത്തെ ജോലിയാണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 3 ദിവസത്തെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അവിടെ തുടരാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമായി, അവർക്ക് ജോലി കിട്ടുന്നില്ല. അങ്ങനെ പിന്നെ അവർക്ക് നാട്ടിലോട്ട് തിരിച്ചു വരേണ്ടി വന്നു. ഇപ്പൊ അവര് ഫിനാൻഷ്യലി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുവാണെന്നുള്ളതാണ് ഈ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒരു ന്യൂസ്. അപ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഈ
അർച്ചിത കെയർ എന്നുള്ള ആ ഒരു സർവീസിനെ ഇവർ BBC ന്യൂസിൽ നിന്ന് പല പ്രാവശ്യം കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ അവർ എന്തിനാ റെസ്പോണ്ട് ചെയ്യുന്നത്? അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഒരുപാട് പാവങ്ങളെ പറ്റിച്ച പൈസ അവർ പോക്കറ്റിലിട്ട് പുട്ടടിച്ചു, അവർ ദൂർത്തടിച്ച് ജീവിക്കുന്നുണ്ടാവും എവിടെയെങ്കിലും. അവരിനി ഇതിന് സമാധാനം പറയുന്നോ ഈ പൈസ തിരിച്ചു കൊടുക്കുമെന്നോ നമ്മൾ ആരും പ്രതീക്ഷിക്കണ്ട. ഇതുപോലെ തന്നെ ഇതൊരു ഫാമിലിയുടെ കഥ. അത് കഴിഞ്ഞിട്ട് ഒരു ലേഡിയുടെ കാര്യം പറയുന്നുണ്ട്. ശ്രീദേവി എന്നാണ് അവരുടെ പേര് കൊടുത്തേക്കുന്നത്. അതും റിയൽ നെയിം അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവരും ഇതേപോലെ 15,000 ഈ ഒരു ഏജൻസിക്ക് കൊടുത്തു. അൾച്ചിറ്റ കെയർ എന്നുള്ള ആ ഒരു ഏജൻസിക്ക് കൊടുത്തു. 15,000 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3,000 പൗണ്ട്സ് പിന്നെയും ചെലവാക്കിയിട്ടാണ് അവർ യു കെയിൽ എത്തി ഇപ്പൊ പെട്ടുകിടക്കുവാണ്. അവർക്ക് ജോലിയില്ല, വിസ ഇല്ല, ഒന്നുമില്ല. അവിടെ നിൽക്കുവാണ്. അവർക്ക് ഇപ്പൊ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം ഇത്രയും വലിയൊരു ബാധ്യതയാണ് ഇവർക്ക് ഉണ്ടായി വന്നേക്കുന്നത്. ഈ പൈസ എവിടുന്ന് കിട്ടി എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ഇത്രയും പൈസ ഒന്നെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ വീടും സ്ഥലവും വിറ്റിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ കടമായിരിക്കും. അപ്പോൾ എന്തായാലും ആളിപ്പോ UK-ലാണ്. അത് ഇല്ലീഗലായിട്ടാണ് നിൽക്കുന്നതെന്നുള്ളത് യാതൊരു ഇതും വേണ്ട. അപ്പം അവരതിനകത്ത് പറയുന്നത് ഐ സ്ട്രഗിൾ ടു ഈവൻ പേ ഫോർ മൈ റെന്റ് ആൻഡ് മീൽസ്. അതായത് ഫുഡിനോ വാടക കൊടുക്കാനോ പോലുള്ള പൈസ ഇവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇവർക്ക് ജോലിയുണ്ട്. അതായത് ഈ ഡൊമിസിലറി കെയർ എന്ന് പറഞ്ഞ സംഭവമാണെന്ന് തോന്നുന്നു. ഒരു വീട്ടിൽ പോയിട്ട് അവരെ നോക്കുന്ന ഒരു പരിപാടി. അതായത് 4 AM തൊട്ട് 9 PM വരെ ഇവർക്ക് ജോലി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അപ്പം അവിടെയൊക്കെ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് അതിനുള്ള എക്സ്പെൻസും കൂടി നമുക്ക് ഇവർ റിട്ടേൺ തരേണ്ടതാണ്. പക്ഷെ ഈ ഒരു കേസിൽ ഇവർ പറയുന്ന അവർ എത്ര നേരം ആ ഒരു രോഗീനെ കെയർ ചെയ്തോ ആ ഒരു എമൗണ്ട് മാത്രമാണ് ഇവർക്ക് പേ ചെയ്യുന്നത്. അപ്പൊ അത് ഇവർക്ക് ഇനഫല്ല. ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും അതിന്റെ 4/1 പോലും പൈസ കിട്ടുന്നില്ല. അവരെത്ര സമയം ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു അവേഴ്സ് മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. ഇവരുടെ ഈ ട്രാവലിന് എടുത്ത ആ ഒരു സമയമോ അതിനുള്ള എക്സ്പെൻസോ ഒന്നും തന്നെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടുത്തെ ഒരു ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈറ്റിൽ കയറി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും ഇതുപോലെ തട്ടിപ്പിൽ പെട്ടുപോയ കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ മെൻഷൻ ചെയ്തേക്കുന്ന മറ്റൊരു ഏജൻസിയാണ് ഗ്രേസ് ഇന്റർനാഷണൽ. മിസ്റ്റർ പൗലോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ, അത് കോതമംഗലം ബേസ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഗ്രേസ് ഇന്റർനാഷണൽ വഴിയായിട്ടും പറ്റിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുടെ കഥകൾ. അതായത് ഇവർ പറഞ്ഞേക്കുന്ന ഒരു 2,000 to 3,000 ആളുകൾ കേരളത്തിൽ നിന്ന് ഇതേപോലെയുള്ള വിസ സ്കാംസിൽ പെട്ടിട്ട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പൊ ഈ ഗ്രേസ് ഇന്റർനാഷണലിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടേക്കുന്നതാണ് ശില്പ എന്ന് പറഞ്ഞൊരു കുട്ടി. അവർ ആലപ്പുഴയിൽ നിന്നാണ്. അവര് പറഞ്ഞത് 13% പലിശയ്ക്ക് ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ഈ പൈസ കൊടുത്തേക്കുന്നത്. 15,000 കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പോയിട്ട് ഇവരെ കൊണ്ട് വിസ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിച്ചു. ഇപ്പം അവർക്ക് പിള്ളേരുടെ ഫീസ് അടയ്ക്കാൻ പോലുള്ള അവസ്ഥയില്ല. അത്രയ്ക്ക് ദാരിദ്ര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഇവരൊക്കെ കരയുന്ന ഫോട്ടോസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് സങ്കടം വരും. അപ്പം UK-ൽ പോയി നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇതേപോലെയുള്ള ആളുകൾ എല്ലാവരും ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങനെ പൈസ കൊടുക്കുന്നത്. ഇതിനകത്ത് ഇസ്രായേലിൽ കെയർ ഗിവർ ജോലി ഉണ്ടായിരുന്നവര് അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത് വന്നിട്ട് ഇതേപോലെയുള്ള തട്ടിപ്പിൽ പെട്ട കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ ഉള്ളവർക്ക് അല്ലെങ്കിൽ മനസാക്ഷി ഉള്ളവർക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം വരും. ഇവർക്കൊക്കെ ഈ പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് തട്ടിച്ചെടുക്കുന്ന ഈ പൈസ വെച്ചിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ കഴിക്കാൻ പറ്റും? ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ ഇറങ്ങും എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം നമ്മൾ അധ്വാനിക്കാത്ത 1 രൂപ പോലും നമ്മുടെ അല്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരു സമൂഹം ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇതേപോലെയുള്ള തട്ടിപ്പ് സംഘടനകൾ ഇതിനകത്ത് വന്ന് പ്രവർത്തിച്ച് ഈ പാവങ്ങളുടെ പൈസ അടിച്ചു മാറ്റി എടുക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്നത് 2022, അതായത് കോവിഡിന്റെ ശേഷമാണല്ലോ അവിടെ ഷോർട്ടേജ്, ഇതുപോലെയുള്ള വർക്കേഴ്സിന് ഷോർട്ടേജ് വന്നതും ഇവര് ഈ കെയറർമാരെ അല്ലെങ്കിൽ സീനിയർ കെയറേഴ്സിനെ ഷോർട്ടേജ് ഒക്യുപ്പൻസി ലിസ്റ്റിൽ പെടുത്തിയതും. അപ്പോൾ ആ ഒരു നിയമം വന്നതാണ് ഇതേപോലെയുള്ള തട്ടിപ്പുകാർക്ക് ഭയങ്കര ഈസിയാക്കി കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ഓൾറെഡി UK ഗവൺമെന്റ് ഇത് കണ്ടുപിടിച്ചു. അവിടെ ഇത്രയും തട്ടിപ്പ് നടത്തി ഇതേപോലെയുള്ള പാവങ്ങൾ അവിടെ വന്ന് പെട്ട് കിടക്കുന്നുണ്ടെന്നുള്ളത് UK ഗവൺമെന്റിന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. ഹോം ഓഫീസ് ഈ ഒരു സംവിധാനം ഇപ്പം നിർത്താനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കത്തില്ല. അപ്പം ഈ ഗ്രേസ് ഇന്റർനാഷണലിന്റെ നാട്ടിലുള്ള ഓഫീസൊക്കെ അവര് പോലീസ് സീൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ മിസ്റ്റർ പൗലോസ് എന്ന് പറയുന്ന ഈ ഒരു തട്ടിപ്പുകാരനെയും പോലീസ് കോൺടാക്ട് ചെയ്യാനും പോലീസ് BBC ന്യൂസിന്റെ ഭാഗത്തു നിന്നൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവരെയൊന്നും ഇതുവരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരൊന്നും കോൺടാക്ട് ചെയ്യില്ല. അവരേതെങ്കിലും വേറെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും ഈ പാവങ്ങളെ പറ്റിച്ച കാശും കൊണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇവർ ഇതിന് സമാധാനം പറയേണ്ടത് തന്നെ വരും. അവരുടെ ലൈഫ് കൊണ്ട് അവർ അതിന് സമാധാനം പറയേണ്ടതായിട്ട് വരും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല.
അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് എന്താ ഇതുപോലെയുള്ളവര് കേസ് കൊടുക്കാതെ ഇതിനകത്ത് UK ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് UK ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസികൾ തട്ടിപ്പ് നടത്തുമ്പോൾ അപ്പൊ ഈ കേസിന് പോകാത്തതിന്റെ മെയിൻ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സോളിസിറ്റേഴ്സിന് അല്ലെങ്കിൽ വക്കീലിന്റെ ഒക്കെ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ഫീസ് അല്ല. നിസ്സാരം നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമല്ലോ, നമ്മൾ നോട്ടറി അറ്റസ്റ്റേഷൻ ഒക്കെ പോകുമല്ലോ. അപ്പൊ ഈ നോട്ടറി നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റിന് അവർ മാക്സിമം 500 രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഞാൻ ഇപ്പോഴല്ല, ഇങ്ങോട്ട് UK പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് 500 രൂപയാണ് അവർ ഇപ്പം 1-2 പേപ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും 500 കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. പക്ഷെ ഇതേ സാധനം നമുക്ക് UK ജസ്റ്റ് ഒരു നോട്ടറി അറ്റസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു £100 അല്ലെങ്കിൽ £120, £240 വരെ ചോദിക്കുന്ന വക്കീലുമാരുണ്ട്. അപ്പം അത് തന്നെയല്ല ഇവരുടെ അവൈലബിലിറ്റി ഒക്കെ കിട്ടാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ അങ്ങനെ നമുക്ക് ഓടിക്കേറി ചെല്ലാവുന്ന ഒരു സംവിധാനം അല്ല UK പോലുള്ള രാജ്യത്തുള്ളത്. അത് നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ബാക്കി കോർട്ട് കാര്യങ്ങളും ഇതിന്റെയൊക്കെ പുറകെ നടക്കാനും നമ്മുടെ കയ്യിൽ പൈസ വേണം. അപ്പൊ ഇത്രയും പൈസ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ഇതിന് പുറകെ കേസിന് പോവാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പിൽ പെട്ടു, നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ അവിടെയുള്ള ഓർഗനൈസേഷൻസിനോട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള മലയാളി അസോസിയേഷൻസ് ഇങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യുക, ഈ തട്ടിപ്പിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റാണ്, നമ്മൾ അത് മൂടി വെച്ചിട്ട് നമുക്ക് പോയത് പോയി എന്ന് പറഞ്ഞിട്ട് സഹിച്ചിരിക്കും. ഇപ്പൊ അത് എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ നാണക്കേട് ഓർത്തിട്ട് ഇതിനെ പറ്റിയിട്ട് ആരോടും പറയത്തില്ല. എനിക്ക് പോയത് പോയി, അത് ഞാൻ മാത്രം സഹിച്ചു എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ സഹജീവികളോട് സ്നേഹമുള്ള ആർക്കും അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മളൊരു തട്ടിപ്പ് പെട്ടു, നാളെ വേറൊരാൾ ഇതിനകത്ത് പെടരുതെന്ന് ആദ്യം പൈസ പോയ ആള് വിചാരിച്ചിരുന്നെങ്കിൽ ഇത്രയും പേര് ഇതിന്റെ പുറകെ വന്നിട്ട് ഈ ഒരു ചതിയിൽ പെടത്തില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കണ്ട വാർത്ത ഞാൻ ഷെയർ ചെയ്തു. എന്നെ കാണുന്നവര് നിങ്ങൾക്ക് ഇതുപോലെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹജീവികളോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ ഇപ്പൊ ഞാൻ എന്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് ഈ ഒരു ഇതാണ് ഒരു ന്യൂസ് കാര്യങ്ങൾ വന്നേക്കുന്നത്, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് എത്താം. അറ്റ്ലീസ്റ്റ് ഇവരുടെ പേരെങ്കിലും ഒന്ന് വെളിപ്പെടുത്തുക. 1 അൽച്ചിത കെയർ, 2 ഗ്രേസ് ഇന്റർനാഷണൽ. ഇത് കോതമംഗലം ബേസ്ഡ് ആണെന്നാണ് എനിക്കിത് വായിച്ചപ്പോൾ മനസ്സിലായിരിക്കുന്നത്. എനിക്ക് അത്ര ഉറപ്പില്ല, പക്ഷെ ഓഫീസെല്ലാം പൂട്ടിയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇവർ വേറെ ഏതെങ്കിലും ഒക്കെ പേരിൽ വീണ്ടും വരും, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷെയർ ചെയ്യാൻ പറയുന്ന എന്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അതല്ലാതെ ഇതിൽ നിന്ന് നമുക്ക് സാമ്പത്തിക ലാഭമോ നേട്ടങ്ങളോ കിട്ടുന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ ഒന്നും നമുക്ക് ദൈവം സഹായിച്ച് ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. എന്തെങ്കിലുമൊക്കെ കമന്റ് സെക്ഷനിലും കൂടി ഇടുക. നിങ്ങൾ കമന്റ് ഇടുമ്പോഴും ലൈക്ക് അടിക്കുമ്പോഴും ഒക്കെ ഇത് നോട്ടിഫിക്കേഷൻ ആയിട്ടും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ആയിട്ടൊക്കെ മറ്റുള്ളവരിലേക്കും കൂടെ എത്താനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ താഴെ കമന്റ് ആയിട്ടും കൂടി ഇടുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.